നമുക്കുള്ള ശക്തിയിൽ, നമുക്കുള്ള കഴിവുകൾ അത് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ വിശ്വസ്തയോടെ നിൽക്കുവാൻ നമുക്കിടയായി. ആ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാടിന്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 7 സഭകളിൽ നിന്ന് 3 സഭകളോടുള്ള ദൈവിക ദൂത് നമുക്കവിടെ പ്രധാനമായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. അതിൽ പ്രാരംഭത്തിൽ പറഞ്ഞിരിക്കുന്ന ലവോദിക്ക സഭയോടുള്ള ദൈവിക ആലോചനയാണ്. ആ സഭയെ നോക്കുമ്പോൾ കർത്താവ് ഇപ്രകാരമാണ് പറയുന്നത്: ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കളനെ പോലെ വരും, ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരും എന്ന് നീ അറിയുകയുമില്ല. പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വിഷയം, കർത്താവ് നമ്മുടെ പ്രവൃത്തിയെ നോക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആ സഭയോട് ഇപ്രകാരമാണ് പറയുന്നത്: ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ കർത്താവിൻ്റെ സന്നിധാനത്തിലായിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനത്തിന് മുൻപിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. നാം എവിടെയാണ് മാനസാന്തരപ്പെടുന്നത്? അവിടെ പറഞ്ഞിരിക്കുന്നത്, നീ കേൾക്കുകയും പ്രാപിക്കുകയും ചെയ്തത് എങ്ങനെയുള്ളതെന്ന് ഓർത്ത് മാനസാന്തരപ്പെടുക. അഥവാ നീ അത് ചെയ്യാതിരുന്നാൽ ഞാൻ കളനെ പോലെ വരും, ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് അറിയുന്നില്ല. അങ്ങനെ ഒരു കാര്യം നമ്മുടെ മുൻപിലുള്ളത് കൊണ്ട്, കർത്താവിൻ്റെ വരവ് നമ്മുടെ മുൻപിലുള്ളത് കൊണ്ട് നാം മാനസാന്തരപ്പെട്ട് ദൈവത്തിന് ഇഷ്ടമാകും വണ്ണം പ്രവർത്തികൾ ചെയ്യുവാനിടയായിത്തീരണം. എന്നാൽ ഉടുപ്പ് മലിനമാകാത്ത ചിലരൊക്കെ ഉണ്ട്. അവർക്ക് വേണ്ടിയുള്ള പ്രതിഫലങ്ങളെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. അടുത്ത സഭയാണ് ഫിലദൽഫിയ സഭ. ഫിലദൽഫിയ സഭയോടുള്ള ദൂത് പ്രകാരമാണ്. കർത്താവ് അവരെ നോക്കുമ്പോൾ അവർ ദൈവസന്നിധിയിൽ വിശ്വസ്തരായി നിന്നവരാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഇതാ ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിക്ഷേപിച്ചിട്ടില്ല. നോക്കിക്കേ, ആ സഭയോടുള്ള ദൂതിൽ കർത്താവ് പറയുക, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു. പ്രിയപ്പെട്ടവരെ, അധികമൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ലെങ്കിലും നമുക്കുള്ള ശക്തിയിൽ, നമുക്കുള്ള കഴിവുകൾ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ വിശ്വസ്തയോടെ നിൽക്കുവാൻ നമുക്കിടയായി തീരണം. ആ സഭയെക്കുറിച്ച് കർത്താവ് നോക്കുമ്പോൾ അവർക്ക് ശക്തിയൊന്നും ഒത്തിരിയില്ല, പക്ഷെ അവർ ദൈവത്തിൻ്റെ വചനം കാത്തു. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഇത് ചെയ്തതുകൊണ്ട്, നിങ്ങൾ എൻ്റെ വചനം കാത്തതുകൊണ്ട് ഞാൻ ഭൂമിയിൽ വരുവാനുള്ള പരീക്ഷയിൽ നിന്ന് നിങ്ങളെയും കാത്തുകൊള്ളും എന്ന് പറയുകയാണ്. ഞാൻ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ നിങ്ങളെ പ്രശംസിക്കുമെന്ന് പറയുന്നുണ്ട്. അവർക്ക് നൽകുന്ന ചില പ്രതിഫലങ്ങളെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അടുത്തതായിട്ടുള്ളൊരു സഭയാണ് ലവോദിക്ക സഭ. ലവോദിക്ക സഭയെക്കുറിച്ച് വീണ്ടും കർത്താവ് പറയുമ്പോൾ ആ സഭയിലും ചില മാനസാന്തരം അത്യാവശ്യമാണ്. അവരോട് കർത്താവ് പറയുകയാണ്, നീ ഉഷ്ണവാനുമല്ല, നീ ശീതവാനുമല്ല, രണ്ടിലേതെങ്കിലും ഒന്നായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇത് രണ്ടുമല്ലാത്തത് കൊണ്ട് ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിഴ്ന്ന് കളയുമെന്നൊരു കാര്യമാണ് ആ ദിവസത്തിലൂടെ പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്, കർത്താവ് നമ്മുടെ പ്രവൃത്തിയാണ് ശോധന ചെയ്യുന്നത്. സ്തോത്രം. ഈ 3 സഭകളോടുമുള്ള ദൂതിൽ പ്രകാരം പറഞ്ഞു, ഞാൻ അതിൻ്റെ പ്രവൃത്തി അറിയുന്നു. പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ദൈവ സന്നിധാനത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മുടെ പ്രവൃത്തിക്കാണ് പ്രാധാന്യമുള്ളത്. ദൈവസന്നിധാനത്തിൽ വിശ്വസ്തരായിട്ട് നിൽക്കുവാൻ, കർത്താവിന് ഇഷ്ടമുള്ള പ്രവൃത്തി ചെയ്യുവാൻ, വചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവൃത്തി ചെയ്യുവാൻ നമുക്ക് കഴിയണം. സ്വന്തം അവരോട് പറയുകയാണ്, നീ രണ്ടുമല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നുണ്ട്, ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിഴ്ന്ന് കളയും. അപ്പോൾ ഇവർക്ക് പറയുവാൻ ഒത്തിരി കാര്യങ്ങളോട്, കർത്താവ് ഞങ്ങൾ ധനവാന്മാരാ, ഞങ്ങൾ സമ്പന്നരാ, ഞങ്ങൾക്ക് ഒന്നിനും മുട്ടില്ല എന്നൊക്കെ നീ പറയുന്നുണ്ടെന്ന് ആ സഭയോടെ പറയണം. എന്നാൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ കർത്താവ് നോക്കുമ്പോൾ നീ നിർഭാഗ്യവാനാ, നീ അരിഷ്ടനാ, ദരിദ്രനാ, കുരുടനാ, നഗ്നനാ എന്നൊക്കെ കർത്താവ് പറയുക. സ്വന്തം. അപ്പോൾ ഇവർ പുറമേ നോക്കുമ്പോൾ ഇവർക്ക് ഒത്തിരി സമ്പത്തുണ്ട്, പക്ഷെ കർത്താവിനോട് പറയുക, നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും, നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വേണം ധരിക്കേണ്ടെന്ന് വെള്ളയുടുപ്പും, നിനക്ക് കാഴ്ച ലഭിക്കേണ്ടെന്ന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ എന്നോട് ബുദ്ധി പറയുന്നു. നോക്കിയ ദൈവം നോക്കുമ്പോൾ സ്വന്തം ആത്മീയരായ ഒരു സമ്പന്നരല്ല. ഹല്ലേലൂയ. അടുത്തായിട്ട് കർത്താവ് പറയുക, ഞാൻ വാതിൽക്ക് നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ
ഞാൻ അവൻ്റെ അടുക്കൽ വന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവ് നാളുകളായി വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. എന്നാൽ ഈ ദൈവശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയുന്നുണ്ടോ? ഇന്ന് നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ദൈവശബ്ദം കേൾക്കുവാൻ, കർത്താവിന് പ്രസാദമാകും വേണം ജീവിപ്പാൻ നമ്മെ ദൈവസന്നാധിയിൽ സമർപ്പിക്കാം. കർത്താവ് നാളുകളായി നാം വാതിൽക്കൽ നിന്ന് മുട്ടിയിട്ട് നാം ദൈവശബ്ദം കേൾക്കുമോ, നാം ആ വാതിലും തുറക്കുമോ എന്ന് ആഗ്രഹിച്ച് കർത്താവായിരിക്കുകയാണ്. ഇന്ന് നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്തിട്ട് പറയാം, കർത്താവെ, ആ ശബ്ദം കേൾക്കുവാൻ എന്നെ ഒന്ന് സഹായിക്കണമേ. ആമേൻ. സ്തോത്രം. ഈ പ്രത്യാശയോടെ നമുക്ക് മുൻപോട്ട് പോകുവാൻ കർത്താവിൻ്റെ ആത്മാവ് കൃപ ചെയ്യട്ടെ.